നിനക്ക് അവർക്കുള്ള നിനക്കായ വർക്കളെ ഞങ്ങളെന്ത് സഹിച്ചതാ, അതുപോലെ തന്നവരെന്ത് ദുഃഖം തിന്നതാ. നിനക്കുള്ള രോദനമാൾ അവർ വിങ്ങുന്നതാ, കരയാത്ത കണ്ണും കരകവിഞ്ഞൊഴുകുന്നതാ. ഉമ്മാനവത്താൽ കരയാത്ത കണ്ണേതാണുള്ളത്? ഉമ്മാന്റെ കരുത്തോർത്താൽ കഷ്ടപ്പെട്ട് വളർത്തിയ ഉമ്മ. ആ ഉമ്മയെ വേദനിപ്പിക്കരുത്, ഉപ്പയെ കരയിപ്പിക്കരുത്. രാവിലെ നല്ല വസ്ത്രവും ധരിച്ചിട്ട് കോട്ട് സൂട്ടുമിട്ട് നമ്മൾ വണ്ടിയുടെ കീയുമെടുത്ത് കറക്കിക്കൊണ്ടിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വീടിന്റെ ഉമ്മറപ്പടിയിലെ ചാരുകസേരയില് മെലിഞ്ഞുണങ്ങിയ ഒരു ഉപ്പ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്. പൊന്നുമോനെ, ഇന്ന് നിന്റെ ശരീരത്തിന് ഈ വണ്ണവും വലിപ്പവും വന്നത് നിന്റെ ഉപ്പാന്റെ ഈ ശരീരം വൈക്കോല് പോലെ ഉണങ്ങിപ്പോയത് കൊണ്ടാണ്. ഉപ്പാടെ ശരീരം വൈക്കോല് പോലെ ഉണങ്ങിയത് നിന്റെ ശരീരത്തിന് മാംസമായി വന്നതാണ്. നിന്റെ ഉപ്പ കരയില്ല, നിലവിളിക്കില്ല. ഉമ്മ ഓടി വന്ന് പൊട്ടിക്കരയിൽ കാലെന്ന് പോയി കല്ലിൽ തട്ടിയാല് ഉമ്മ ഓടി വന്ന് പൊന്നുമോനെ എന്ന് പറഞ്ഞ് വാരിയെടുത്ത് മുത്തം തരും. പക്ഷെ അപ്പോഴും ഉപ്പ ഓടി വരില്ല, അവിടെ ഇരുന്ന് കാണും. എന്നിട്ട് ആരും കാണാതെ കണ്ണുനീരുമില്ല തുടച്ചു നാട്ടുന്ന ഉപ്പ കരയില്ല മോനെ. ഉപ്പ സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കലേ ഉള്ളൂ. ഉമ്മ കരഞ്ഞ് നിലവിളിക്കും. അവസാനം എന്റെ പൊന്നുമോൻ എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ നേരെ പള്ളിയിൽ പോയി നിസ്കാരപ്പായിൽ ആരും കാണാതെ കരയുന്ന ഉപ്പ ഒരു കരുതലാണ്. ഉപ്പ വീട്ടിലുണ്ടെങ്കിൽ എല്ലും തോലും മെലിഞ്ഞ വൃദ്ധനാകട്ടെ, ഉപ്പ വീട്ടിലുണ്ടെങ്കിൽ വീടിന് വാതിലില്ലെങ്കിൽ കിടന്നുറങ്ങാൻ ധൈര്യമുണ്ട്. ഉപ്പ വീട്ടിലില്ലെങ്കിൽ വാതിലിന് എത്ര വലിയ പൂട്ടും താഴും വെച്ചാലും കിടന്നുറങ്ങിയാൽ ഉറക്കം വരില്ല. ഉപ്പയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സെക്യൂരിറ്റി ഗാർഡ്. ലോകത്തിലെ ഏറ്റവും വലിയ സെക്യൂരിറ്റി ഉപ്പയാണ്. ഉപ്പ വീട്ടിലുണ്ടെങ്കിൽ ഉമ്മായി മക്കൾ സുഖമായിട്ടിറങ്ങും. ഉപ്പ ഇല്ലേ, വാതിലിന് എത്ര പൂട്ടുണ്ടെങ്കിലും ഉറങ്ങൂല്ല കുട്ടിയെ. അതുകൊണ്ട് ഉപ്പയെ ദ്രോഹിക്കരുത്. നിന്റെ ജീവിതം, നിന്റെ വീട് താറുമാറാവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യത്തോടെ ദീർഘായുസ് കൊടുക്കും. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒത്തിരി പറയാനുണ്ട് എനിക്കറിയാം, പക്ഷേ ഞാൻ അവസാനിപ്പിക്കാം. 2, മാതാപിതാക്കളെ ദ്രോഹിക്കരുത്. അള്ളാഹു നമ്മുടെ ഉപ്പമാർക്ക് ഹാഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. 3 പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹു തൗഫീഖ് നൽകി. അല്ലാഹു അക്ബർ. 12 മണിയായി. ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് അവസാനിപ്പിക്കാം. പോരെ പോരാ? അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് ഇനിയും പറയാനുള്ള തൗഫീഖ് നൽകട്ടെ. 12 ദിവസമായി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഇടയ്ക്കൊന്ന് പോയി വീണ്ടും ഇറങ്ങി. എന്ന് ഈ വാദം തന്നെയാണ്. ഒരു പരിധിയുണ്ട് സഹോദരങ്ങളെ. എല്ലാവരും പറയാനൊക്കെ എളുപ്പമാണ്, പക്ഷേ വിമർശിക്കാൻ എളുപ്പമാണ്. വിമർശിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. ആരെന്ത് പറഞ്ഞാലും കേൾക്കും, ഒരു മറുപടിയില്ല. ചില സമയത്ത് നമ്മൾ പൊട്ടന്മാരാവണം. ജീവിതത്തിൽ വിജയിക്കണോ, നമ്മൾ ചില സമയത്ത് പൊട്ടന്മാരാവണം. സുമ്മും ബുക്കുമൻ ഉമ്മിയൻ, പൊട്ടൻ, പച്ച പൊട്ടൻ. അവര് പറയണ ഞാൻ കേട്ടിട്ടില്ല. അവലക്കത് അമുറു അലല്ല ഈമിയ സുബുനി ഫമളൈതു സമ്മത ഖുൽതുലായ ഇനീനി. ഞാൻ പ്രത്യേകിച്ച് ഓർമ്മ, ജീവിതത്തിൽ ജയിക്കണോ, പൊട്ടനാവണം. കാട്ടിലൊരു മത്സരം നടന്നു. ഒറ്റക്കൊമ്പുള്ള മരത്തിന്റെ മുകളിൽ ഒരു സ്വർണ്ണ കിരീടം വെച്ചിട്ട് അതിൽ കയറി എടുക്കുന്നവൻ ആ സ്വർണ്ണ കിരീടം കിട്ടും. പുലി, അണ്ണാൻ, ഉടുമ്പ് ഒക്കെ കയറാൻ നോക്കി. പാതിവടിയിൽ തോറ്റ് താഴെ വീണു. എന്നാൽ അവ എപ്പോഴും മരത്തിൽ ഓടി നടക്കണം. അവസാനം ഒരു പച്ച തവള, കൊച്ചു തവള കയറാൻ ശ്രമിച്ചു. അപ്പൊ ചുറ്റുഭാഗത്ത് നിന്ന് മൃഗങ്ങളൊക്കെ കൂക്കി വിളിച്ച് പരിഹസിച്ചു. എടാ, പുലിക്ക് അണ്ണാനും പറ്റാത്താണോ പച്ചത്തവളെ നീ ഇപ്പൊ കയറാൻ വേണ്ടി പോണത്? ചുറ്റുഭാഗത്ത് നിന്ന് മുഴുവൻ ആളുകൾ കൂക്കി വിളിച്ച് പരിഹസിച്ചു. തവള ഇതൊന്നും ശ്രദ്ധിച്ചില്ല. പാഞ്ഞ് മുകളിൽ കയറി കിരീടം എടുത്ത് താഴെ ഇറങ്ങി. അപ്പൊ ഈ കിരീടം കൊടുക്കാൻ വേണ്ടി രാജാവായ സിംഹം, ഇത് തിരുമതിയിലൊന്നും ഇല്ല കേട്ടോ, ഫോർ എക്സാമ്പിൾ ഒരു കഥയാണ്. അങ്ങനെ സമ്മാനം കൊടുക്കാൻ വേണ്ടി സിംഹം കൊടുത്തപ്പോ ഈ തവളയോട് സിംഹം ചോദിച്ചു,
മോനെ ചുറ്റുഭാഗത്ത് നിന്ന് ഇത്രേ ആളുകൾ കൂക്കി വിളിച്ചിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ നീ അങ്ങനെ മുകളിൽ കയറി വിജയിച്ചു. അപ്പോൾ ഈ പാവം തവള ഒന്നും വേണ്ടിയില്ല, മുഖത്തോട്ട് ഇങ്ങനെ നോക്കി നിന്നു. അപ്പൊ ഈ തവളയുടെ അമ്മ അപ്പുറത്തൊന്ന് വിളിച്ചു പറഞ്ഞു, രാജാവേ അവനോടൊന്നും ചോദിക്കണ്ട, അവൻ പൊട്ടനാണ്. രാജാവേ അവനോടൊന്നും ചോദിക്കണ്ട, അവൻ പൊട്ടനാണ്, അവന് ചെവി കേൾക്കൂല. അവന് ചെവി കേൾക്കാത്തോണ്ട് ചുറ്റുഭാഗത്തു നിന്ന് പരിഹസിച്ച ആളുകളുടെ പരിഹാസം അവൻ കേൾക്കാത്തത് കൊണ്ടാണ് അവൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ മുകളിൽ കയറിയത്. എങ്ങാനും കേട്ടിരുന്ന അവൻ മാനസികമായിട്ട് തളർന്നിട്ട് താഴെ ഇറങ്ങിയേനെ. അതുകൊണ്ട് ചില സമയത്ത് പൊട്ടനാവണം, പച്ചപ്പൊട്ടൻ. ഞാൻ ചില സമയത്ത് പച്ചപ്പൊട്ടനായിട്ട് അങ്ങ് അഭിനയിക്കും. തെറി പറഞ്ഞവനോടും ഇല്ല, ഒന്നുമില്ല, എന്നാലേ നമ്മൾ മേപ്പോട്ട് കയറും. ചില സമയത്ത് എല്ലാത്തിനും മറുപടി പറഞ്ഞാൽ ജയിക്കൂല. ചില സമയത്ത് മിണ്ടാതിരുന്നാലേ അള്ളാഹു നമ്മളെ മുകളിലെത്തിക്കൂ. അള്ളാഹു തൗഫീക്ക് നൽകൽ. അപ്പൊ മിണ്ടാതിരിക്കുന്നത് മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, പിന്നെയോ അത് വിവേകത്തിന്റെ അടയാളമാണ്. നാളെ വിജയിക്കണമെങ്കിൽ നാളെ നമ്മൾ അവിടേക്ക് എത്തണം. കാരണം എന്താ? പരിവലക്കത് അമുറു അലല്ലൈമി ബിയസുബ്ബുനി ഫമലൈതു സമ്മത ഖുൽതു ലാ യഅനീനി. കാരണം എന്താ ഞാനിത് പറയാൻ കാരണം എന്താ? എന്റെ ജീവിതത്തിന്റെ 17 വർഷങ്ങൾ, ആ 17 വർഷങ്ങളിൽ ഞാൻ പരിചയപ്പെടുത്തിയത് വിശുദ്ധമായ ഖുർആനിനെയാണ്. ആ ഈ വിനീതന്റെ വേല കേട്ടിട്ട് ആയിരക്കണക്കിന് മക്കള് ഖുർആൻ പഠിക്കാൻ കേരളത്തിന്റെ അകത്തും പുറത്തും പോയിട്ടുണ്ട്. ഇന്ന് 3000-ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. മഹാനായ ആനക്കര കോയക്കുട്ടി ഉസ്താദിന് ഒരിക്കൽ എന്റെ ശബ്ദം പോയപ്പോ മഹാനവറുകളെ കണ്ടപ്പോ എന്നോട് പറഞ്ഞു, കുട്ടിയെ അള്ളാഹു നിന്നെ കൈവിടില്ല. നിന്റെ വേല കേട്ടിട്ട് എത്രയോ ഹാഫിളീങ്ങള് കേരളത്തിൽ ഹിഫ്ള് പഠിക്കാൻ പോയി. സഹോദരാ, ഈ സമയം വരെ എനിക്ക് എന്റെ ജീവിതത്തിൽ ഉറപ്പുണ്ട്, അഹമ്മദ് കബീർ മരിച്ചു എന്ന് കേട്ടായോ ആയിരക്കണക്കിന് ഹാഫിളീങ്ങൾ എന്റെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മയ്യത്തിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാ. കാരണം ഞാൻ എവിടെ വേല പറഞ്ഞിട്ട് പോയാലും അവിടെ ഒരു ഹാഫിളെങ്കിലും പിന്നെ ഉണ്ടാവാതിരിക്കില്ല. എത്രയോ സ്ഥാപനങ്ങൾ ഹാഫിളീങ്ങളെ ഞാൻ നടത്താറുണ്ട്. ഒറ്റപ്പാലത്തുള്ള എന്റെ ഹിഫ്ളുൽ ഖുർആനിലേക്ക് ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ നിങ്ങൾ വാ. എപ്പടാ? നട്ടുച്ചക്കല്ല, പട്ടാപ്പകലല്ല, സമയമുണ്ടെങ്കിൽ പുലർച്ചെ 4 മണിക്ക് വന്നാൽ 11-12 വയസ്സുള്ള ഹാഫിളീങ്ങൾ തഹജ്ജുദിന് എഴുന്നേറ്റിട്ട് പടച്ചറപ്പിനോട് ദുആ ചെയ്യുന്നത് കാണാം. അല്ലാഹുവേ, ഞങ്ങളെ സഹായിച്ചവർ, സഹകരിച്ചവർ, ഞങ്ങളെ ഏറ്റെടുത്തവർ, പൊന്നുമോനെ, അവരെ തഹജ്ജുദിന് വിളിക്കാൻ ഉസ്താദന്മാരെ അലാറം വെക്കണ്ട, വൈക്കപ്പ് കോള് വേണ്ട. 11 വയസ്സുള്ള ഹാഫിളീങ്ങളായ പൊന്നുമക്കള് തഹജ്ജുദിന് എഴുന്നേറ്റുണ്ട്, ദുആ ചെയ്യും. അല്ലാഹുവേ, വേണ്ടി കഷ്ടപ്പെട്ടു ഭക്ഷണത്തിന് പൈസ ഉണ്ടാക്കി വരുന്ന ഞങ്ങളുടെ ബാക്കവി ഉസ്താദിന് ഖൈർ നൽകണേ അല്ലാഹ്. ആ ഒരു ദുആ പോലെ എത്രയോ ആളുകൾ ഇവിടെ വന്നപ്പോഴും ഉസ്താദെ എന്റെ മോനെ ഹാഫിളാക്കണം, നിങ്ങളുടെ വേല കേട്ടപ്പോൾ മുഴുവൻ ആശയാണ്. ഞാനൊരു ഖുർആന്റെ പ്രചാരകനാണ്. ആ പ്രധാനത്തിന്റെ ദൗത്യം ഞാൻ ഇവിടെ വെച്ച് നിർവഹിക്കുകയാണ്. നിങ്ങളുടെ വീടിന് ഐശ്വര്യം കിട്ടണോ? മൂന്നാമത് ചെയ്യേണ്ടത്, ആകാശ ലോകത്തു നിന്ന് അല്ലാഹുവിന്റെ അനുഗ്രഹം ലോകത്തേക്ക് വർഷിക്കുന്ന മലക്കുകളോ സന്ധ്യാസമയത്ത് ആകാശത്ത് നിന്ന് താഴോട്ടിറങ്ങി വരുമ്പോ ചില വീടുകളുടെ മുകൾ ഭാഗം ഇതേപോലെ ലംഘിക്കളിക്കുന്നുണ്ടാവും. ഈ മക്കാമ് പരിസരത്ത് ഈ വർണ്ണ ബൾബുകളെ കത്തിക്കളിക്കുന്നത് പോലെ ആകാശ ലോകത്തു നിന്നൊരു വീട്ടിലേക്കുള്ള അനുഗ്രഹവുമായി വരുന്ന മാലാകമാർ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് പോക്കുമ്പോ ചില വീടുകൾ ഈ വർണ്ണ ബൾബുകൾ കത്തിക്കളിക്കുന്നത് പോലെ തിളങ്ങുന്നുണ്ടാവും. അതാരുടെ വീടെന്നറിയോ? ഞാൻ പറയുന്നു, ആയിരക്കണക്കിന് തൂണുകളല്ല വേണ്ടത്. ഈ വീട്ടിന്റെ ഉള്ളിലെ അനുഗ്രഹത്തിന്റെ ഈ കവാടം തുറക്കണം. ഒന്നാമതാരെന്നറിയോ? ബൈത്തുൽ ആലിമി, ഒരാലിമിന്റെ വീട്. ആ വീട്ടിൽ ഒരു ആലിമുണ്ട്, ഖുർആൻ പഠിച്ച ഹദീസ് പഠിച്ച ആലിമുണ്ട്. ഇദാ അമില ബിഹി, ആ ഇൽമനുസരിച്ചിട്ട് അയാൾ അമൽ ചെയ്താൽ. രണ്ടാമത്തെ വേറെന്നറിയോ? നിന്റെ വീട്ടിൽ അല്ലാഹുവിന്റെ അനുഗ്രഹം വേണോ? വബൈതു ഹാഫിളിൽ ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളിന്റെ വീട്. ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളിന്റെ വീട്. ആ വീട്ടിലൊരു ഹാഫിളുണ്ട്, അവൻ ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മമാരെ, ഓരോരുത്തരും ഒരു കുടുംബത്തിലൊരു ഹാഫിൾ ഉണ്ടാവണം. ഒരു ഹാഫിളാരാ? ഞാൻ അവസാനിപ്പിക്കുന്നു. ഖുർആനിലെ വീട് എന്ന് പറയുന്ന വിഷയം അവസാനിപ്പിക്കട്ടെ.